എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 77 ശ്ലോകം 27, 28, 29 മൂന്ന് ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. അതിവിശിഷ്ടമായ ശ്രുതിഗീത തുടരുന്നു. ശ്ലോകം 27. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. തവ പരിയേ ചരന്ത്യാഖില സത്വനികേതതയാ തത ഉദപദാക്രമന്ത്യ വിഗണയ്യ ശിരോ നിർവൃതേ പരിവയസേ പശൂനി വഗിരാ വിബുധാനഭിതാൻ ത്വയി കൃത സൗഹൃദാ ഖലു പുനന്തി നയേ വിമുഖാ. സർവഭൂതങ്ങളും നിന്തിരുവടിയിൽ വസിക്കുന്നു എന്നുള്ള അറിവോടുകൂടി നിന്തിരുവടിയെ സേവിക്കുന്നവര് ആ ഉപാസനയുടെ മാഹാത്മ്യഹേതുവായിട്ട് സംസാരത്തെ ഒട്ടും വിലവെക്കാതെ ഒരു പ്രയാസവും കൂടാതെ എല്ലാറ്റിനെയും തള്ളി നിന്തിരുവടിയോടുകൂടി ചേരുന്നു. ഇപ്രകാരം ഉപാസിക്കാത്തവരോ വിദ്വാൻമാരായിരുന്നാലും അവരെയും നിന്തിരുവടി പശുക്കളുടെ മൂക്കു തുളച്ചു കയറിട്ട് ബന്ധിക്കുന്നത് പോലെ വിധി നിഷേധ രൂപങ്ങളായ വാക്കുകൾ കൊണ്ട് ബന്ധിക്കുന്നു. നിന്തിരുവടിയിൽ പരമപ്രേമം ആർക്കുണ്ടോ അവർ തന്നെ അവരെയും അന്യരെയും പരിശുദ്ധരാക്കി തീർക്കാൻ സമർത്ഥന്മാരാണ്. അതുകൊണ്ട് വേദവാക്യങ്ങളിൽ നിന്ന് ആത്മജ്ഞാനം പ്രയാസം കൂടാതെ സിദ്ധിക്കും എന്നുള്ള വിചാര നിമിത്തം ഭക്തിഹീനന്മാരായിരിക്കരുത്. വേദാന്ത വാക്യങ്ങൾ ആത്മസ്വരൂപത്തെ പ്രതിപാദിക്കുന്നു. ആത്മാവ് അപരോക്ഷമാകയാൽ അപരോക്ഷജ്ഞാനം തന്നെ ആ വാക്യങ്ങളിൽ നിന്നും ഉണ്ടാകും. എങ്കിലും വിപരീത ഭാവന മുതലായിട്ടുള്ള അന്ധകരണ ദോഷങ്ങൾ അടിക്കടി ആ ജ്ഞാനത്തെ അടിസ്ഥാനമില്ലാതാക്കി മറയ്ക്കുന്നത് കൊണ്ട് വാസനാദൂഷിത ചിത്തത്തിൽ ജ്ഞാനം അപരോക്ഷമായി പ്രകാശിക്കാതെ പരോക്ഷം എന്ന പോലെ ഭവിക്കുന്നു. പ്രത്യക്ഷമായി കാണപ്പെടുന്ന ജനന മരണ രൂപ സംസാര സംബന്ധത്തെ തീർത്ത് സുഖാനുഭൂതി നൽകാൻ സമർത്ഥമായി ഭവിക്കുന്നില്ല. ഭഗവാന്റെ ദാസൻ എന്നുള്ള ഭാവത്തോടും സകല ഭൂതങ്ങളോടും സകല ഭൂതജാലവും ഭഗവാന്റെ വാസസ്ഥാനം എന്നുള്ള ദൃഢവിശ്വാസത്തോടും കൂടി സർവദാ പരിചരിക്കുന്ന സ്വഭാവം ബലപ്പെട്ടു വരുംതോറും അന്ധകരണത്തിലുള്ള ഭേദഭാവന നീങ്ങി പരിശുദ്ധമായി ഭവിക്കുന്നു. അന്ധകരണ പ്രസാദ നിമിത്തം ആത്മസ്വരൂപം നിർമ്മലമായ കണ്ണാടിയിൽ സ്വമുഖം എന്ന പോലെ പ്രത്യക്ഷമായി അറിയാൻ സാധിക്കുന്നു. ആത്മാവിന്റെ അപരോക്ഷ അനുഭവം തന്നെ മോക്ഷമാകയാൽ ഭക്തന് മോക്ഷം യത്നം കൂടാതെ സിദ്ധമാകുന്നു എന്ന് സാരം. ദേഹാന്തേ ദേവ പരം ബ്രഹ്മ താരകം വ്യാജഷ്ടേ. ഭക്തൻ ദേഹബന്ധത്തെ വിടുന്ന സമയം ഭഗവാൻ അവന് സംസാര സാഗരത്തിൽ നിന്ന് കടത്തിവിടുന്ന താരകമന്ത്രത്തെ ഉപദേശിക്കുന്നു. യമൈവേഷ വൃണതേ തേന ലഭ്യ. ഇവൻ യാതൊരുത്തനെ വരിക്കുന്നുവോ അവനാൽ പ്രാപിക്കപ്പെടുവാൻ യോഗ്യൻ എന്നിങ്ങനെയുള്ള ശ്രുതികള് ഭക്തിയെ പരമപദവിയായി പ്രതിപാദിച്ചിരിക്കുന്നു. ശ്രീധരാചാര്യരുടെ പദ്യം നോക്കാം. തപന്തു താപേ പ്രവദന്തു പർവ്വതാത് അടന്തു തീർത്ഥാനി പഠന്തു ജാഗമാൻ യജന്തു യാഗേർ വിവദന്തു പാദേ ഹരിം വിനാ നൈവ മൃതിം തരന്തി. എന്തു തന്നെ കഷ്ടങ്ങൾ അനുഭവിച്ച് തപസ്, തീർത്ഥാടനം, വേദപാഠം, യാഗം മുതലായ കർമ്മങ്ങൾ ചെയ്താലും ഭക്തിയില്ലാതെ ജനിമൃതി ദുഃഖം നീങ്ങില്ല എന്ന് ഭക്തിരസാഭിജ്ഞന്മാര് ഘോഷിക്കുന്നു. ത്വമകരണസ്വരാട് അഖിലകാരക ശക്തിധര തവ ബലിമുദ്വഗന്ധി സമദന്ത്യജയാ നിമിഷാ വർഷഭുജേഖിലക്ഷിതിപതേരിവ വിശ്വസൃജോ വിദധതി യത്രയേ ത്വധികൃതാ ഭവതശ്ചകിത. എല്ലാ ഭൂതങ്ങളും ഭഗവാന്റെ വാസസ്ഥാനമാണെന്ന നിലയിൽ സേവ്യങ്ങളാകുന്നു എന്ന് പറയുന്ന പക്ഷം ആ ഭൂതങ്ങളിൽ ഇരിക്കുന്ന ഈശ്വരനും അവയുടെ ഇന്ദ്രിയങ്ങൾക്കും തമ്മിൽ സംബന്ധം ഉള്ളതുകൊണ്ട് ഈശ്വരൻ കർത്താവായിട്ടും ഭോക്താവായിട്ടും ഭവിക്കും. പരമാർത്ഥത്തിൽ ഈശ്വരന് കർത്തൃത്വമോ ഭോക്തൃത്വമോ ഒന്നും ഇല്ലനും. അങ്ങനെ ഉണ്ട് എന്ന് വന്നാൽ ജീവന്മാർക്കും ഈശ്വരനും തമ്മിൽ ഭേദമുണ്ടോ? ഇല്ല. അപ്പോ പിന്നെ എന്തൊരു ഉത്കർഷത്താൽ ഈശ്വരൻ സേവ്യൻ
എന്തൊരു അപകർഷത്താൽ ജീവൻ സേവകൻ എന്നുള്ള ശങ്ക ഉണ്ടാവണതും അത് പരിഹരിച്ചുകൊണ്ടാണ് അപാണിപാദോജവനോ ഗൃഹീത പശ്യത്യ ചക്ഷു ന ശൃണോത്യകർണ സ വേത്തി വേദ്യം ന ച തസ്യാസ്തി വേത്ത തമാഹുരഗ്രം പുരുഷം പുരാണം. കൈയും കാലും ഇല്ല എങ്കിലും വേഗം സഞ്ചരിക്കുകയും ഗ്രഹിക്കുകയും കൊടുക്കുകയും ചെയ്യും. കണ്ണുകളില്ല എങ്കിലും കാണും, ശ്രോത്രമില്ല എങ്കിലും കേൾക്കും, അറിയേണ്ടതിനെ അറിയും, അവനെ അറിയാൻ ആരുമില്ല, അവൻ ആദിയിലുള്ളവനും ശ്രേഷ്ഠനുമായ പുരുഷൻ എന്ന് പറയുന്നു. ഇങ്ങനെ അർത്ഥമുള്ള ശ്രുത്യഭിമാനികളായ ദേവതകള് മന്ത്രങ്ങള് സ്തുതിക്കുകയാണ്. നിന്തിരുവടി ഇന്ദ്രിയ സംബന്ധത്തോട് വേർപെട്ടവനായിരിക്കുന്നു, എന്നാലും സ്വയം പ്രകാശിക്കുന്നവനാകുന്നു എന്ന് മാത്രമല്ല സർവപ്രാണികളുടെയും ഇന്ദ്രിയ ശക്തികളെ അതത് വിഷയങ്ങളിൽ പ്രവർത്തിപ്പിക്കുന്നവൻ നിന്തിരുവടിയാകുന്നു. അതുകൊണ്ട് അപ്രകാരമല്ലാതെ അവിദ്യയോട് ചേർന്നവരായ ഇന്ദ്രാദി ദേവകളും അവരാൽ പൂജ്യന്മാരായ ബ്രഹ്മാദികളും ഖണ്ഡഭൂമിയെ പരിപാലിക്കുന്ന രാജാക്കന്മാര് അഖണ്ഡഭൂമിയുടെ അധിപതിയായ ചക്രവർത്തിയെ എന്ന പോലെ നിന്തിരുവടിയെ പൂജിക്കുന്നു. തങ്ങളിൽ താഴെയുള്ളവരിൽ നിന്ന് ഭോഗ്യവസ്തുക്കളെ അനുഭവിക്കുകയും ചെയ്യുന്നു. ഇന്ദ്രാദികള് ഭഗവാനെ എങ്ങനെ പൂജിക്കുന്നു എന്നാൽ ഇന്ദ്രാദികളെയും ഏതൊരു കർമ്മം നടത്തുവാൻ നിന്തിരുവടി നിശ്ചയിച്ചിരിക്കുന്നുവോ ആ വക കർമ്മത്തെ നിന്തിരുവടിയെ ഭയപ്പെട്ടും കൊണ്ട് അവര് ശരിയായി നടത്തുന്നു. ഇത് തന്നെയാണ് അവര് ചെയ്യുന്ന പൂജ. ഭീഷാസ്മാൽ വാദ പവതേ ഭീഷോദേതി സൂര്യ ഭീഷാസ്മാദ് അഗ്നിശ്ചേന്ദ്രശ്ച മൃത്യുർധാവതി പഞ്ചമ. ഇങ്ങനെയുള്ള ശ്രുതികളൊക്കെയാണ് പ്രമാണം. അതീന്ദ്രിയോപിയോ ദേവ സർവകാരക ശക്തി ധൃക് സർവജ്ഞ സർവകർത്താച്ച സർവസേവ്യം നമാമിതം. അങ്ങനെ മുകളിൽ പറഞ്ഞ ആ ശ്രുതികളുടെ അർത്ഥത്തെ ഭാഗവത വ്യാഖ്യാതാവായിട്ടുള്ള ശ്രീധരസ്വാമികള് ശ്ലോകരൂപേണ നിർമ്മിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കേണ്ട മാർഗം ഉപദേശിക്കുകയാണ്. ഈശ്വരൻ സന്നിധി മാത്രേണ സർവരെയും സർവവ്യാപാരങ്ങളിൽ പ്രവർത്തിപ്പിക്കുന്നവനും ഇന്ദ്രിയാദി സംബന്ധമില്ലാത്തവനുമാകയാൽ സേവ്യനും ജീവൻ സേവകനും ആകുന്നുവെന്ന് വരുന്നതിൽ യാതൊരു ഹാനിയുമില്ല. സ്ത്രീ പുത്ര മിത്രാദി സംബന്ധമുള്ളവർ സ്വാമി സേവ ചെയ്ത് കുടുംബരക്ഷ ചെയ്യുന്നത് പോലെ അവിദ്യാസംബന്ധമുള്ള ദേവാദികള് ഈശ്വരനെ സേവിച്ച് കഴിഞ്ഞുകൂടുന്നവരാണ്. അതുകൊണ്ട് ദേവാപേക്ഷയ താണ നിലയിലിരിക്കുന്ന മനുഷ്യരും സർവേശ്വരപാദ സേവ കൊണ്ട് തന്നെ സംസാര ദുഃഖത്തിൽ നിന്ന് മുക്തരാവാൻ പരിശ്രമിക്കുന്നത് തന്നെ സമുചിതം. സ്ഥിരചരജാതയസ്യുരജയോത്ഥ നിമിത്തയുജോ വിഹര ഉദീക്ഷയായതി പരസ്യ വിമുക്തത നഹി പരമസ്യ കശ്ചിദപരോ ന പരശ്ച ഭവേത് വിയതൈവാപദസ്യ തവ ശൂന്യതുലാം ദധത യഥാഗ്നേ ക്ഷുദ്രാ വിസ്ഫുലിംഗാ വ്യുച്ചരന്തേവമാസ്മാദാത്മന സർവേ പ്രാണാ സർവേ ലോകാ സർവേ ദേവാ സർവാണി ഭൂതാനി സർവയേത ആത്മാനോ വ്യുച്ചരന്തി. ഏകരൂപമായ മഹാഗ്നിയിൽ നിന്ന് ബഹുക്കളും ബഹുവിധങ്ങളുമായ തീപ്പൊരികൾ ഉണ്ടാകുന്നത് പോലെ നിർവികാരനും ഏകരൂപനുമായ ഈ ആത്മാവിൽ നിന്ന് സർവങ്ങളായ ഇന്ദ്രിയങ്ങളും പുരാദികളായ ലോകങ്ങളും സകല ദേവന്മാരും സർവഭൂതങ്ങളും ഈ കാണപ്പെടുന്ന സർവ ആത്മാക്കളും പുറപ്പെട്ടിരിക്കുന്നു എന്നർത്ഥമുള്ള ശ്രുതികള് സ്തുതിക്കുകയാണ് ഭഗവാനെ. അല്ലയോ നിത്യമുക്തനായുള്ളവനെ, മായയിൽ നിന്ന് ദൂരെയിരിക്കുന്ന നിന്തിരുവടിയുടെ ഈക്ഷണബന്ധം എപ്പോൾ മായയ്ക്കുണ്ടാകുന്നുവോ അപ്പോൾ വൃക്ഷാദികളായ സ്ഥിര ശരീരങ്ങൾക്കും പശുവാദികളായ ചരശരീരങ്ങൾക്കും യോഗ്യതയോടുകൂടിയ ജീവാത്മാക്കൾ സ്വകാര്യ അഭിമുഖങ്ങളായ കർമ്മങ്ങളോടുകൂടിയവരായിട്ട് ഉണ്ടാകുന്നു. മായയിൽ ലയിച്ചിരിക്കുന്ന ജീവാത്മാക്കള് താങ്കളുടെ കർമ്മങ്ങളോടുകൂടി മായയിൽ നിന്ന് പുറപ്പെടുന്നു. കർമാനുസരണം സ്ഥിരചരങ്ങളും ചരങ്ങളുമായ ഉച്ചനീച ദേഹങ്ങള് ജീവാത്മാക്കൾക്കും സിദ്ധിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. സ്വകർമ്മങ്ങളോടുകൂടി ഉണ്ടായി എന്തിനായിട്ടോ പറയണത് വെച്ചാൽ ഈശ്വരന്റെ ഇച്ഛാരൂപമായിരിക്കുന്ന ഈക്ഷണം കൊണ്ട് ഉച്ചനീചങ്ങളായ ശരീരങ്ങൾ ജീവാത്മാക്കൾക്കുണ്ടായി എന്ന് പറഞ്ഞാൽ പോരെ എന്നൊരു ശങ്ക ഉണ്ടാവാം. അത് പരിഹരിച്ചുകൊണ്ട് പറയാണ്, ഒരുപോലെ വ്യാപിച്ചു നിറഞ്ഞവനും ശൂന്യ സദൃശനും മനസ്സിനും വാക്കുകൾക്കും എത്താൻ കഴിയാത്തവനും ആകുന്നു. നിന്തിരുവടി പരമ കരുണാനിധിയും ആകാശം എന്ന പോലെ എങ്ങും ഒരുപോലെ വ്യാപിച്ചു നിറഞ്ഞവനും ശൂന്യ സദൃശനും മനസ്സിനും വാക്കുകൾക്കും എത്താൻ കഴിയാത്തവനും
ആകുന്നു. അപ്രകാരം ഇരിക്കുന്നവനാകയാൽ നിന്തിരുവടിക്ക് ഒരുവൻ ആത്മീയനല്ലാത്തവനായിട്ടും മറ്റൊരാള് ആത്മീയനായിട്ടും തോന്നുന്നില്ല. അതുകൊണ്ട് ഉൽപ്പന്നന്മാരായ ജീവാത്മാക്കളിൽ ഒരാൾക്ക് സ്ഥിര ശരീരത്തെയും മറ്റൊരാൾക്ക് ചരദേഹത്തെയും, ഒരുവനെ മനുഷ്യനായിട്ടും മറ്റൊരുവനെ ദേവനായിട്ടും, ഒരുവനെ ഉന്നതനായിട്ടും മറ്റൊരുവനെ നീചനായിട്ടും കൽപ്പിക്കേണ്ടതായ ആവശ്യം ഭഗവാനില്ല, അവിടത്തേക്കില്ല. അങ്ങനെ ഉണ്ടായാൽ നിന്തിരുവടി വിഷമനും കരുണയില്ലാത്തവനും ആകുന്നു എന്ന് വരും. അതുകൊണ്ട് ജീവാത്മാക്കളുടെ കർമ്മങ്ങൾ തന്നെ അവരുടെ വിവിധ ശരീരങ്ങൾക്കും, അതിനാൽ ജീവാത്മാക്കളുടെ കർമ്മങ്ങൾ തന്നെയാണ് അവരുടെ വിവിധ ശരീരങ്ങൾക്കും അവസ്ഥാഭേദങ്ങൾക്കും കാരണം. നിന്തിരുവടിയാൽ ഒരിക്കൽ ഈക്ഷിക്കപ്പെട്ടതായി എന്ന കാരണത്താൽ ക്ഷോഭിച്ചതായ മായയാൽ ഉണർത്തപ്പെട്ട കർമ്മങ്ങളോട് കൂടിയവരായിട്ട് ജീവാത്മാക്കള് സ്വസ്വകർമാനുസാരേണ ബഹുവിധങ്ങളായ ശരീരങ്ങളെ സ്വീകരിച്ചും ഉപേക്ഷിച്ചും കൊണ്ട് സംസ്കൃതിയെ പ്രാപിക്കുന്നു. അത് നിന്തിരുവടിയുടെ കരുണയില്ലായ്മ കൊണ്ടുണ്ടാകുന്നതല്ല. നിന്തിരുവടി പരമദയാലുവാകുന്നു. ഭഗവാനെ, അവിടുത്തേക്ക് വൈഷമ്യവും ഇല്ല, എല്ലാറ്റിനും സമനാകുന്നു. മനോവാക്കുകൾക്ക് വിഷയമല്ലാത്തതിനാൽ അത്യന്ത പരിശുദ്ധനുമാകുന്നു അവിടുന്ന്. അതുകൊണ്ട് സൃഷ്ടിലീല നിമിത്തം വൈഷമ്യ നൈർഘൃണാദി ദോഷങ്ങൾ ഒന്നുകൊണ്ടും നിന്തിരുവടിയിൽ ഇരിക്കുന്നില്ല. സ്വകർമാനുസരണം സിദ്ധിച്ച ശരീരങ്ങൾ കൊണ്ട് തന്നെ സംസ്കൃതി ദുഃഖത്തിൽ നിന്ന് ജീവാത്മാക്കൾക്ക് മുക്തന്മാരായി ഭവിക്കാനുള്ള ഒരു മാർഗമാണ് സൃഷ്ടിലീല. അതിനാൽ നിന്തിരുവടിയുടെ വാഞ്ചാരൂപമായ ഈക്ഷണം നിമിത്തം ഉൽപ്പന്നമായ ജീവാത്മാക്കള് പിതൃസ്ഥാനീയനായ അങ്ങയെ ഭജിക്കേണ്ടത് വിഹിതമാണ്, ഭജിക്കേണ്ടത് ആവശ്യമാണ്. ക്ഷോഭമായാബോധിത കർമ്മഭി ജാതാൻ സംസരത ഖിന്നാൻ ഗൃഹരേ പാഹിനപ്പിത എന്ന ശ്രീധരാചാര്യവദ്യം. അല്ലയോ നൃസിംഹമൂർത്തെ, നിന്തിരുവടിയുടെ കടാക്ഷത്താൽ ക്ഷോഭിച്ചമായ നിമിത്തം കാര്യോന്മുഖമായ കർമ്മങ്ങളോടുകൂടിയ ജീവാത്മാക്കളായ ഞങ്ങള് ജനിച്ചും മരിച്ചും സംസാര ദുഃഖങ്ങൾ അനുഭവിച്ചു കുഴങ്ങുന്നു. അല്ലയോ പിതാവേ, ക്ലേശിക്കുന്ന ഞങ്ങളെ നിന്തിരുവടി പരിപാലിക്കണമേ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കണം. എന്നാൽ ബന്ധമുക്തി സിദ്ധിക്കും. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.